എന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കിത്തരാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞപ്പോൾ അവന് വണ്ടിക്ക് അവൻ്റെ വണ്ടിക്ക് എൻ്റെ പൈസക്ക് പെട്രോൾ അടിച്ചു കൊടുത്താൽ കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. ഇതുപോലെ ഭർത്താവ് നാട്ടിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പല ആവശ്യങ്ങളും ഉണ്ടാകും. ഡോക്ടറെ അടുക്കൽ പോകൽ, വസ്ത്രം വാങ്ങൽ, എൻ്റെ കുടുംബത്തെ സന്ദർശിക്കൽ, മരണ വീട്ടിൽ പോകൽ, അങ്ങനെ എന്തും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടാക്സി പിടിച്ചു പോയാൽ ഇതിനേക്കാൾ അന്തസ്സും സ്വാതന്ത്ര്യവുമുണ്ട് എന്ന് ഞാനും പറഞ്ഞു. ഈ ഒരു സന്ദർഭത്തെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വിശദീകരിക്കാമോ? വിവാഹം കഴിഞ്ഞാൽ സ്ത്രീ അവളുടെ വീട്ടിൽ ബാധ്യതയാണോ? അങ്ങനെയാണെങ്കിൽ മഹറം എന്നതുകൊണ്ട് ഇസ്ലാം എന്താണ് സ്ത്രീയോടും അവരുടെ മഹറമിനോടും ആവശ്യപ്പെടുന്നത്? ഇതൊക്കെ ചോദിച്ചതിന് ശേഷം അവർ എഴുതിയിട്ടുള്ളത് ഇത് യൂട്യൂബിൽ വരണം എന്നവർ എഴുതിയിട്ടുണ്ട്. ഒരു സീരിയസ് ആയ വിഷയം തന്നെയാണ് തോന്നുന്നത്. ഇതിപ്പോൾ എന്താ പറയുക, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭത്തിലും അവൾക്കൊരു സംരക്ഷകൻ വേണം എന്നുള്ളതാണ്. അരിജാൽ കവ്വാമുൻ അൽ നിസാ, സ്ത്രീകൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. അവൾ സുരക്ഷിതയാവണമെങ്കിൽ കൂടെ ഒരാൾ വേണം എന്നുള്ളതാണ് ഈ മഹറം എന്ന് പറയുന്നത്. അത് ആങ്ങള, വാപ്പ, ഇവരൊക്കെ മഹറമാണല്ലോ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭർത്താവ് സ്ഥലത്തില്ല, അതുകൊണ്ട് മാത്രമാണ് ഈ ആങ്ങളയോട് ഡ്രോപ്പ് ചെയ്ത് തരാൻ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഭർത്താവ് ഇല്ലാത്ത ഒരു സമയത്ത് ഒരു സഹായത്തിന് വിളിക്കല്ലേ ആ ബ്രദറിനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബ്രദർ ഒരു ഗാർഡിയൻ ആണല്ലോ. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, ഇവൾക്ക് അങ്ങനെ ഒരാളിപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ വിളിക്കണത്, അവൾക്ക് പോകാൻ ഭർത്താവില്ല, അതുകൊണ്ട് ഞാനത് ചെയ്തു കൊടുക്കണം എന്നുള്ള കഥ ആ സന്ദർഭത്തിൽ അയാൾ ഒരു ബാധ്യതയായിട്ട് എടുക്കണം. പിന്നെ ഇപ്പോൾ നമുക്ക് ന്യായം പറയാം, എന്താണ്, ഇവളുടെ എല്ലാ ചെലവുകളും വഹിക്കേണ്ട ബാധ്യത ആർക്കാണ്? ഭർത്താവിനാണ്. അതുകൊണ്ട് ഭർത്താവ് കൊടുത്ത പൈസ അവളെ കയ്യിലുണ്ടെങ്കിൽ നീ വെറുതെ എണ്ണ അടിക്കണ്ട, എൻ്റെ അടുത്ത് കാശുണ്ട്, ഞാൻ എണ്ണ അടിക്കാമെന്ന് അവൾ പറയുന്നതിനും നീ ഇപ്പോൾ പിന്നെ അവിടെ പോയി വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നീ എണ്ണ അടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ ഞാനും നിൻ്റെ ചോരയല്ലേ, ഞാൻ നിൻ്റെ ആങ്ങളല്ലേ എന്ന് പറയുന്നത് അവൻ്റെ മാന്യതയുമാണ്. നമുക്ക് ഈ ഒരു തർക്കം പോലും എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത പോലും, ഒരു ഫത്വ ചോദിക്കേണ്ട അവസരം പോലും ഉണ്ടാവാൻ പാടില്ല. ഇപ്പം നമ്മളിപ്പോൾ വെറും സുഹൃത്തുക്കൾ മാത്രമായ ഞാനും നിങ്ങളും ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയാൽ എന്ത് ചെയ്യാം, ഞാൻ കൊടുക്കാമെന്ന് ഞാൻ പറയില്ലേ, നിങ്ങൾ കൊടുക്കാമെന്ന് നിങ്ങൾ പറയില്ലേ? മനസ്സിലായി? ഇതിപ്പോൾ ഇത് നിൻ്റെ നാടാണ്, ഞാനിപ്പോൾ ഇവിടുന്ന് ഇന്ന സ്ഥലത്തു നിന്ന് വന്നതാണ് എന്ന്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ ആകുമ്പോൾ നീയാ കൊടുക്കേണ്ടത് നിങ്ങൾ എന്നോട് പറയാൻ പാടില്ല. അതിനിപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു ബാധ്യതാബോധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയില്ലല്ലോ. അതേപോലുള്ളൊരു സംഭവം ഉള്ളത്. ഇതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നത് നമുക്കറിയില്ല, സ്വാഭാവികമായും. അപ്പോൾ ശരിക്കും എന്താണ്, ഭർത്താവിൻ്റെ ചിലവിലാണ് ഇവർ കഴിയേണ്ടത്. അപ്പോൾ ഈ എണ്ണടിക്കാൻ കൊടുത്ത പൈസ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ അടിച്ചോട്ടെ, പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഒരു പെങ്ങളൊരു ആവശ്യമായിട്ട് വരുമ്പോൾ ഇനി എണ്ണ അടിച്ചാലേ ഞാനത് നിന്നെ കൊണ്ടേക്ക് തരുള്ളൂ, മനസ്സിലല്ലേ? ഹോട്ടലിൽ കയറുമ്പോൾ നീ ചായക്കുള്ള പൈസ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചായ എടുക്കാൻ കയറുള്ളൂ എന്നൊന്നും പറയുന്നത് എന്തല്ല, നമ്മുടെ മാനുഷിക ബന്ധങ്ങളിലുള്ള ഒരു കാര്യമല്ല എന്നർത്ഥം.